നമസ്കാരം. നിലമ്പൂരാണ് നമ്മുടെ എന്നത്തെയും പ്രധാനപ്പെട്ട വിഷയം. ഇനി അങ്ങോട്ട് ചൂട് പിടിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത എന്നും നിലമ്പൂരിൽ നിന്നായിരിക്കും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി വരും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും, എല്ലാം ചൂടുപിടിക്കാൻ പോകുന്നു. രാഷ്ട്രീയ കേരളം മുഴുവനും നിലമ്പൂരിൽ കേന്ദ്രീകരിക്കും. നിലമ്പൂരിലെ വാർത്തകളായിരിക്കും നമ്മുടെ മാധ്യമങ്ങളിലാകെ നിറയുക. അതുകൊണ്ട് നിലമ്പൂരിനെ കുറിച്ചുള്ള കൗതുകങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകം, നിലമ്പൂരിൽ ഈ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന വിഖ്യാതമായൊരു പ്രസ്താവനയുണ്ടല്ലോ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നിലമ്പൂർ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നിലമ്പൂരിനെ പോലെ ആ സിദ്ധാന്തം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്, ആ സിദ്ധാന്തം ഈ തെളിയിച്ചു കഴിഞ്ഞ ഒരു മണ്ഡലം വേറെയില്ല. നിലമ്പൂർ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞില്ലേ, 1965 നിലമ്പൂർ മണ്ഡലം ഉണ്ടാകുന്നത്. നിലമ്പൂരിൽ 65 ആദ്യത്തെ MLA കമ്മ്യൂണിസ്റ്റ് വലിയ വീരനായ കമ്മ്യൂണിസ്റ്റ് പോരാളിയായിരുന്ന സഖാവ് കെ കുഞ്ഞാലിയായിരുന്നു. അന്ന് പക്ഷേ 65 അസംബ്ലി കൂടിയില്ല. അതുകൊണ്ട് അസംബ്ലിക്ക് പോകാൻ, അസംബ്ലിയിൽ പോയി ഇരിക്കാൻ അദ്ദേഹത്തിന് യോഗമുണ്ടായില്ല. പക്ഷേ 67 വീണ്ടും അദ്ദേഹം മത്സരിച്ചു, ജയിച്ചു. അദ്ദേഹം MLA ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം വെടിയേറ്റ് മരിച്ചത്. 69 ജൂലൈ 29 അദ്ദേഹം കൊല്ലപ്പെടുന്നത്. പിന്നെയാണ് ഈ പ്രധാനപ്പെട്ട ചരിത്രം കുറിക്കുന്നത് നിലമ്പൂർ. അതെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. കുഞ്ഞാലിയെ കൊന്നത് കോൺഗ്രസ്സുകാരാണ് എന്ന് വലിയ കോലാഹലം നടന്നു, വലിയ പ്രചാരവേല നടന്നു. പക്ഷേ അത്രയൊക്കെ കുഞ്ഞാലിയെപ്പോലെ വീരശൂര പരാക്രമിയായ വലിയ വിപ്ലവകാരിയായ ഒരു നേതാവ് വെടിയേറ്റ് മരിച്ചിട്ടും വലിയ സഹതാപ തരംഗം, വലിയ പ്രതിഷേധം, അമർഷം, രോഷം ഒക്കെ കത്തിയാളിയിട്ടും നിലമ്പൂർ മണ്ഡലത്തിൽ കുഞ്ഞാലിയെ കൊന്നു എന്ന് അന്ന് കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷം ആർത്ത് വിളിച്ചിരുന്ന കോൺഗ്രസ്സുകാർ തന്നെ ജയിച്ചു. അതാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ 1970 69 മരിച്ചിട്ട് 70 മരിച്ചത് കോൺഗ്രസ് നേതാവ് MP ഗംഗാധരനായിരുന്നു ആദ്യമായിട്ട് കുഞ്ഞാലിക്ക് ശേഷം അവിടുന്ന് ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ കൊന്നു എന്ന് ആർത്ത് വിളിച്ച കാലത്തും കോൺഗ്രസ്സുകാരെ തന്നെ ജയിപ്പിച്ചു നിലമ്പൂർക്കാർ. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാലിയോട് കാണിച്ച സ്നേഹം കുഞ്ഞാലിയോടെ അവസാനിച്ചു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആ സ്നേഹം കൊടുത്തില്ല. പകരം കുഞ്ഞാലിയെ കൊന്നവരിലേക്കാണ് പിന്നീട് ആ സ്നേഹം വന്നത്. പിന്നീട് അവർ ആര്യാടൻ മുഹമ്മദിനെ മത്സരിപ്പിച്ചു. അതാണ് വേറൊരു പ്രത്യേകത. ആര്യാടൻ മുഹമ്മദ് മത്സരിച്ച കാലത്താണ്. ഈ ആര്യാടൻ മുഹമ്മദ് മത്സരിച്ച കാലത്തുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ആര്യാടൻ ആണ് കുഞ്ഞാലിയെ കൊന്നത് എന്ന് വലിയ മുറവിളികൾ നടന്നു. പക്ഷേ ആര്യാടനെ തന്നെ മത്സരിച്ചു. കാരണം അപ്പോഴേക്ക് ആൻ്റണി കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ കേരളം ഭരിക്കാൻ തുടങ്ങി. ആ മന്ത്രിസഭയിലേക്ക് ആദ്യം MLA ആകുന്നതിന് മുമ്പ് മന്ത്രിയായി ആര്യാടൻ. അതുകൊണ്ട് ആര്യാടനെ ജയിപ്പിക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ആവശ്യമായി തീർന്നു. ആലോചിച്ച് നോക്കൂ. കുഞ്ഞാലിയെ കൊന്ന ആര്യാടൻ എന്ന് ആർത്തു വിളിച്ച പ്രചാരണ കോലാഹലങ്ങൾ അടങ്ങുന്നതിന് മുമ്പ് ഈ ആര്യാടനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ ജയിപ്പിക്കേണ്ടി വന്നു. കുഞ്ഞാലിയുടെ പത്നിയെപ്പോലും പ്രചാരണത്തിന് ഇറക്കിയിട്ടുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു അത്. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ നിത്യമായ ശത്രുക്കളോ മിത്രങ്ങളോ. ഇന്ന് കടുത്ത വിരോധമുള്ള ശത്രു, ഞങ്ങളുടെ നേതാവിനെ കൊന്നത് നീയാണ് എന്ന് ആർത്ത് വിളിച്ച ശത്രു പിറ്റേന്ന് മിത്രമായി കൂടെ വരും എന്നതാണ് അതാണ് നിലമ്പൂരിൻ്റെ വേറൊരു ചരിത്രം. ആ ചരിത്രത്തിൻ്റെ ഇങ്ങേ തലക്കൽ ധാരാളം ഉദാഹരണങ്ങൾ. വേറെ ഒന്ന്, ഈ കുഞ്ഞാലിയെ കൊന്ന കേസിൽ കോൺഗ്രസ്സുകാരുടെ വക്കീലായിരുന്ന കോൺഗ്രസ്സുകാർക്ക്, അതായത് കുഞ്ഞാലിയെ കൊന്ന പ്രതികൾക്ക് വേണ്ടി വാദിച്ചിരുന്ന മലപ്പുറം DCCയുടെ പ്രസിഡൻ്റായിരുന്ന TK ഹംസ പിന്നീട് ഈ കുഞ്ഞാലിയുടെ പാർട്ടിയുടെ CPMൻ്റെ MLA ആയി നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചു, ജയിച്ചു. അന്ന് TK ഹംസയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കുമ്പോഴും കുഞ്ഞാലിയെ കൊന്നതിനെ ന്യായീകരിച്ചയാളോ, കുഞ്ഞാലിയുടെ കൊന്ന പ്രതികൾക്ക് വേണ്ടി വാദിച്ചയാളോ എന്നൊന്നും, DCC പ്രസിഡൻ്റായിരുന്നയാളോ എന്നൊന്നും, മിത്രമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറന്ന് കൂടെ നിർത്തുന്ന ഒരു മണ്ഡലമാണ് അത്. രാഷ്ട്രീയത്തിലെ ഒരു പൊതു സ്വഭാവമാണ്. സമീപകാലത്ത് ഇഷ്ടംപോലെ മാതൃകയുണ്ട്. അതൊന്നാണ്. അപ്പോൾ ആര്യാടൻ മുഹമ്മദ്, TK ഹംസ തുടങ്ങിയിട്ട് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ PV അൻവർ. നിലമ്പൂരിലെ കഴിഞ്ഞ 2 തവണ MLA ആയിരുന്നല്ലോ. അദ്ദേഹം ഈ ജനുവരിയിൽ അദ്ദേഹം രാജിവെച്ചപ്പോഴാണ് അവിടെ ഒഴിവ് വന്നത്. അതുകൊണ്ടാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? PV അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. PV അൻവറിൻ്റെ മുഖ്യ ശത്രു ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കണം. അതുകൊണ്ട് UDFൻ്റെ സ്ഥാനാർത്ഥിയെ നിരുപാധികം ഞാൻ പിന്തുണക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് UDFിൽ ഒരു ഘടകകക്ഷിയായി ചേരണമെന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം പാർട്ടി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ആദ്യം DMK-യിലൂടെ കയറാൻ ശ്രമിച്ചു. പിന്നീട് അദ്ദേഹം TMCയുടെ
പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ കൺവീനറായിട്ടാണ് ഇപ്പോൾ UDFൻ്റെ കൂടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന് UDFിലേക്കല്ല, നേരെ കോൺഗ്രസ്സിൽ ചേരാനാണ് അദ്ദേഹത്തിന് താല്പര്യം. അങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, കോൺഗ്രസ്സുകാർ സ്വീകരിക്കാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും ഒക്കെയുള്ള നിലമ്പൂരിൽ അദ്ദേഹം ഒട്ടും സ്വീകാര്യനല്ലാത്തതുകൊണ്ടാണ്, അദ്ദേഹത്തിന് എളുപ്പമല്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ്സിൽ ചേരാത്തത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് UDFനെ ഞാൻ പിന്തുണക്കും, നിരുപാധികം പിന്തുണക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നത്, പക്ഷേ നിലമ്പൂരിൽ UDFന് പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി VS ജോയിയാണ്, DCC പ്രസിഡന്റ് VS ജോയി. അതിന് VS ജോയിയുടെ മഹത്വങ്ങളെ, അപദാനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. വലിയ വാർത്തയാണ്, സത്യത്തിൽ വലിയ തമാശയുമാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് VS ജോയിയെ പോലൊരു ചെറുപ്പക്കാരൻ, ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന്, ഇത്രയേറെ ഗുണഗണങ്ങളുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, നന്മയുടെ ഒരു വൻമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരു മനുഷ്യനെ ഒരിക്കൽ കണ്ടാൽ അദ്ദേഹം മറക്കുകയില്ല. അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാളുടെയും ബർത്ത്ഡേ, മീൻസ് പിറന്നാൾ നമ്മൾ മറന്നാലും അദ്ദേഹം മറക്കുകയില്ല. അദ്ദേഹം വന്ന് നമ്മളെ ആശംസിച്ചിരിക്കും. ആ മട്ടിലാണ്. അപ്പോൾ VS ജോയിയെ ഇപ്പോൾ PV അൻവർ ഉയർത്തി കാണിക്കുന്നതിൻ്റെ താല്പര്യം ഒരു ശൃഗാല തന്ത്രമാണ്. അത് ശരിയായ ഒരു കുടില തന്ത്രം മാത്രമല്ല, വേറൊന്നുമല്ല. നിലമ്പൂരിൽ 2 പേരാണ് ഇപ്പോൾ. ആദ്യത്തെ പേര് നിലമ്പൂരിൽ മണ്ഡലത്തിൽ ആര് മത്സരിക്കണം എന്ന് ആലോചിക്കുമ്പോൾ കോൺഗ്രസിന് മുമ്പിൽ ആദ്യം വരാനുള്ള ഇടയുള്ളൊരു പേര് ആര്യാടൻ ഷൗക്കത്താണ്. ആര്യാടൻ ഷൗക്കത്ത് വന്നുകൂടെ? അത് വരാതിരിക്കാനാണ് VS ജോയി എന്ന സ്ഥാനാർത്ഥിയെ PV അൻവർ തന്നെ ഉയർത്തി കാണിക്കുന്നത്. VS ജോയിക്ക് മുൻതൂക്കം കിട്ടാനാണ് അദ്ദേഹം ഈ പറഞ്ഞ എല്ലാ തരത്തിലും ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് പക്ഷേ പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ വീണ്ടും പഴയ പ്രസ്താവന നമ്മൾ ഓർമ്മിക്കും. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുതയും സ്ഥിരമായ ബന്ധുത്വവും ഒന്നും ഇല്ല കേട്ടോ. അതിവേഗത്തിൽ അത് മാറിമറിയും. കാരണം ഈ VS ജോയിയും PV അൻവറും തമ്മിൽ നടന്ന വാക്പോര് വലിയ ദ്വന്ദ്വയുദ്ധം പോലെ, വാക്കിന് വാക്ക് നിരന്തരമായി നടന്നിരുന്നൊരു കാര്യമുണ്ട്. VS ജോയിക്കെതിരായി അൻവർ അടുത്ത കാലം വരെ DCC പ്രസിഡന്റ് VS ജോയിയെ PV അൻവർ വിളിച്ചിരുന്ന കിൻഡർ ജോയ് എന്നാണ്. എന്നുവെച്ചാൽ ഒരു കിൻഡർ ഐസ്ക്രീമിൻ്റെ ജോയ് ഐസ്ക്രീമിൻ്റെ ചിത്രം ഇട്ടിട്ട് ഇത്രയേ ഉള്ളൂ ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി, അങ്ങനെയാണ്. ഈ മര്യാദയില്ലാത്തവർക്ക് രാഷ്ട്രീയത്തിലും അത് ഉണ്ടാവുകയില്ലല്ലോ. പിന്നെ PV അൻവർ പ്രയോഗിച്ച അതേ ഭാഷയിൽ തന്നെ VS ജോയിയും തിരിച്ചടിച്ചൊരു കാലമുണ്ട്. അതുകൊണ്ട് വളരെ വില കുറഞ്ഞ മട്ടിലുള്ള പ്രചാരവേലകൾ VS ജോയിക്കെതിരായി നടത്തിയിരുന്ന ഒരാളാണ് അൻവർ എന്ന് കാണാൻ നമുക്ക് പറ്റണം. VS ജോയിക്കെതിരാണ് ഒരു, പക്ഷേ അൻവർ ഏറ്റവും ഹീനമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുള്ളത് VS ജോയിക്കെതിരാണ്. അതിനൊരു പ്രകോപനം ഉണ്ടായത് അൻവർ ഇടക്കാലത്ത് MLA ആയിരിക്കുമ്പോൾ ഇവിടുന്ന് മുങ്ങി അദ്ദേഹത്തെ കാണാനില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ആഫ്രിക്കയിലാണ് പൊങ്ങിയത്. ആഫ്രിക്കയിൽ എന്തോ മൈനിങ്ങിന് പോയതാണെന്ന് പറഞ്ഞ് അവിടുത്തെ വേഷത്തിലൊക്കെയുള്ള അദ്ദേഹം തന്നെ ചെയ്ത വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് DCC പ്രസിഡന്റ് VS ജോയ് തീർച്ചയായിട്ടും അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്വരമാണ്. നിലമ്പൂർ മണ്ഡലത്തിലെ MLA ആണ് നാട് വിട്ട് കാണാതായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പ്രതികരിക്കും. അപ്പോൾ അദ്ദേഹം പ്രതികരിച്ച കൂട്ടത്തിൽ VS ജോയ് ഒരിക്കൽ പറഞ്ഞു അത്രേ, അൻവർ വരാൻ വൈകും, കാരണം അൻവർ പോയത് മന്ത്രി പദം കൊടുക്കാത്തതുകൊണ്ടാണ്. രണ്ടാം പിണറായി സർക്കാരിൽ തീർച്ചയായിട്ടും മന്ത്രിപദം അൻവർ അർഹിക്കുന്നു എന്ന മട്ടിലുള്ള പ്രചാരവേലകളുണ്ടായത്. അൻവറിൻ്റെ തന്നെ ചെലവിൽ ആരൊക്കെയോ മാധ്യമങ്ങൾ അങ്ങനെ പടച്ചു വിട്ടിരുന്നു അൻവർ മന്ത്രിയാവാൻ ഇടയുണ്ട്, കാരണം KT ജലീൽ മന്ത്രിയാവുന്നില്ല, മലപ്പുറം ജില്ലയിൽ നിന്നൊരു മന്ത്രിയാവണം, അപ്പോൾ തീർച്ചയായിട്ടും അബ്ദുറഹിമാനേക്കാളൊക്കെ സീനിയർ തീർച്ചയായിട്ടും അൻവറാണ്, അതുകൊണ്ട് അൻവർ ആവാനാണ് സാധ്യത എന്നൊക്കെയുള്ള മറ്റുള്ള പ്രചാരം നടന്നിരുന്നു. അതാവാതെ പോയപ്പോഴാണ് അദ്ദേഹം നാട് വിട്ടത്. ഇനി എന്തായാലും മന്ത്രിയാക്കിയിട്ടേ നാട്ടിലേക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു, എന്ന് ആവാനാണ് സാധ്യത എന്നൊക്കെയുള്ള VS ജോയിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു. അന്നാണ് ഈ അൻവറിൻ്റെ മോശമായ പ്രസ്താവനകൾ തുടങ്ങിയത്. അൻവർ അന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ടൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസ് ഓഫീസിൽ അടിച്ചു വാരാൻ പോലും യോഗ്യതയില്ലാത്ത, DCC ഓഫീസിൽ അടിച്ചു വാരാൻ പോലും യോഗ്യതയില്ലാത്ത ഒരുത്തനാണ് DCC പ്രസിഡൻ്റ് ആയിരിക്കുന്നത്. അവനും അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ്താവന വന്നത്. മാത്രമല്ല അൻവറിന് കുറെ കൂടി ദേഷ്യം വന്നപ്പോൾ അൻവർ പറഞ്ഞു, നാടുകാണി ചുരത്തിലെ ഒരു കുട്ടിക്കുരങ്ങൻ മാത്രമാണ് VS ജോയി എന്ന് പറഞ്ഞു. അന്നേ നാടുകാണി ചുരത്തിലെ ഒരു കുട്ടിക്കുരങ്ങൻ മാത്രമാണ് VS ജോയി എന്നൊരു പ്രസ്താവന നടത്തി. പക്ഷേ അതിന് കുറച്ചുകൂടി വിശദമായി ഒരു അല്പം വലിച്ചു നീട്ടിയിട്ട് അൻവറിന് കൊള്ളാവുന്ന എല്ലാ വടിയും എല്ലാ കുത്തും ചേർത്താണ്, എല്ലാ മുള്ളും ചേർത്താണ് VS ജോയിയുടെ മറുപടി അന്ന് വന്നത്. നാടുകാണിച്ചുരത്തിലെ കുട്ടിക്കുരങ്ങനാണ് ജോയി എന്ന് പറഞ്ഞ മറുപടിക്ക് അന്ന് VS ജോയി പറഞ്ഞത് ഇങ്ങനെയാണ്: നിലമ്പൂരിൽ നിന്ന് അപ്രത്യക്ഷനായി ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മരഞ്ചാടിയായ ഒരു ജപ്പാനീസ് ആൾക്കുരങ്ങൻ നിലമ്പൂരിൽ തിരിച്ചെത്തി എന്നാണ്
അൻവർ തിരിച്ചു എത്തിയപ്പോൾ അൻവറിന് വലിയ സ്വീകരണമൊക്കെ അൻവർ തന്നെ മുൻകൈയെടുത്ത് ഒരുക്കിയപ്പോൾ VS ജോയിയുടെ പ്രസ്താവന, ആ പ്രസ്താവന എല്ലാം ഉണ്ട്. നിലമ്പൂരിൽ നിന്ന് അപ്രത്യക്ഷനായി ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മരഞ്ചാടിയായ ജപ്പാനീസ് ആൾക്കുരങ്ങൻ. കുരങ്ങന് തന്നെ കുരങ്ങൻ എന്ന് വിളിച്ചതിന് തിരിച്ച് കുരങ്ങൻ തന്നെയാണ് എന്ന് മറുപടി പറഞ്ഞു. കൂട്ടത്തിൽ പറയേണ്ടതൊക്കെ പറഞ്ഞു. നിലമ്പൂരിൽ നിന്ന് മുങ്ങി ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. മരഞ്ചാടിയാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരാളാണ്. മാറി മാറി സ്ഥാനങ്ങൾക്ക് വേണ്ടി ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി ചാടി നടക്കുന്ന ഒരു കുരങ്ങനാണ്. കൂട്ടത്തിൽ ഒരു കുത്തുകൂടി കുത്തി, അത് ജപ്പാനീസ് ആൾക്കുരങ്ങനാണെന്ന് പറഞ്ഞാൽ അൻവറിൻ്റെ കരിയറിലെ ഏറ്റവും വിഖ്യാതമായ, ഏറ്റവും അപഹാസ്യമായ പ്രസ്താവനയായിരുന്നു അത്. ഈ നമ്മുടെ നാട്ടിലെ നദികളിലെ ജലവും ഈ കടലിലെ തിരമാലകളൊക്കെ ജപ്പാനിലേക്ക് കൊണ്ടുപോയിട്ട് ജപ്പാൻ തീരത്ത് ജപ്പാൻകാരത് ഉപയോഗപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഈ പാർക്കിന് അൻവർ പ്രകൃതി വിരുദ്ധമായ രീതിയിൽ പരിസ്ഥിതി വിനാശം വരുത്തിക്കൊണ്ട് അന്ന് നടത്താൻ ശ്രമിച്ചിരുന്ന കക്കാടംപൊയിലിലെ പാർക്കിനെതിരായി പാരിസ്ഥിതികവാദികൾ വലിയ വിമർശനം ഉന്നയിച്ചപ്പോൾ, അവിടെ വലിയ സമരവും പ്രക്ഷോഭമൊക്കെ ആരംഭിച്ചപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി ആരും കേട്ടിട്ടില്ലാത്തൊരു ശാസ്ത്രീയ ജ്ഞാനം, വലിയ ശാസ്ത്രജ്ഞനെ പോലെ അൻവർ പറഞ്ഞത് ഈ ജപ്പാൻ്റെ കാര്യമാണ്, ജപ്പാനിലെ തിരമാലകളുടെ കാര്യമാണ്. അതുകൊണ്ട് ജപ്പാനും ചേർത്തൊരു കുത്ത്. അൻവർ എന്നൊരാളെ ശാസ്ത്രീയമായ ബോധത്തെ കളിയാക്കുന്ന, അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയമായ വികലബോധത്തെ കളിയാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരും എന്നറിയില്ല. ഇപ്പോൾ എന്തായാലും അൻവർ VS ജോയിയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലെ VS ജോയിയെ ഇകഴ്ത്തുകയും ആക്ഷേപിക്കുകയും നിലവിട്ട് വർത്തമാനം പറയും. ഇതൊക്കെ മിതമായ തോതിലാണെങ്കിൽ എല്ലാ കാലത്തും പറയാം. ശത്രുവാകുമ്പോഴും മിത്രമാകുമ്പോഴും മനുഷ്യൻ എന്ന നിലയിൽ ഒരു സ്വാഭാവികമായ രീതിയിൽ പെരുമാറിയാൽ നല്ലതാണ്. പക്ഷേ അങ്ങനെയല്ല അൻവറിൻ്റെ രീതിയോട് ഒരുപാട് കാലമൊന്നും സഹിക്കാൻ എതിരാളികൾക്കും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് VS ജോയിയും മോശമല്ലാതെ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിലമ്പൂർ എന്തൊക്കെ കണ്ടതാണ്, രാഷ്ട്രീയത്തിൽ നമ്മൾ എന്തൊക്കെ കണ്ടതാണ്. TK ഹംസ നിലമ്പൂരിൽ നിന്ന് MLA ആകുമ്പോൾ ആളുകൾ ഓർക്കുന്നുണ്ട് ഇപ്പോഴും ഒരു പ്രസ്താവന. ഈ എങ്ങനെയാണ് ചെങ്കൊടി ചുവന്നത് എന്ന് ചോദിച്ചാൽ സഖാക്കളൊക്കെ ആവേശത്തോടെ പറയുന്ന മറുപടി രക്തസാക്ഷികളുടെ ജീവരക്തം കൊണ്ട് ചുവന്നതാണെന്നാണ്. TK ഹംസ അതിനൊരു കാലത്ത് നിലമ്പൂരിൻ്റെ ടൗണിൽ പറഞ്ഞിരുന്ന മറുപടി, നിലമ്പൂരിൻ്റെ പ്രചാരവേലകളിൽ പറഞ്ഞിരുന്ന മറുപടി, മൂലക്കുരുവിൻ്റെ ചോര കൊണ്ട് ചുവന്ന കൊടിയാണ് നിങ്ങളുടെ കൊടി എന്നാണ്. അത് പറഞ്ഞ TK ഹംസയെ പിന്നെ എന്തെല്ലാം അംഗീകാരങ്ങൾ കൊടുത്താണ് കേരളം ആദരിച്ചത്, ഇടതുപക്ഷക്കാർ ആദരിച്ചത്, കമ്മ്യൂണിസ്റ്റുകാർ ആദരിച്ചത്. അതുകൊണ്ട് എന്തൊക്കെ കോലാഹലങ്ങളുണ്ടായാലും ഒരു തമാശ പോലെ നമുക്ക് ആസ്വദിക്കാം, ഒരു സിനിമ പോലെ കണ്ടു തീർക്കാം. ഏതായാലും ആ സിനിമ മുറുകുകയാണ്. സിനിമ ഏതാണ്ട് ഷോ തുടങ്ങാൻ പോകുന്നു. നിലമ്പൂരിൽ എത്രയും വേഗം സ്ഥാനാർത്ഥി വരട്ടെ. VS ജോയ് വരുമോ, ആര്യാടൻ ഷൗക്കത്ത് വരുമോ എന്ന് നമുക്ക് കണ്ടറിയാം. തീർച്ചയായിട്ടും വന്നാലുള്ള കുഴപ്പങ്ങളെക്കുറിച്ച്, ആര് വന്നാൽ എന്തൊക്കെ കുഴപ്പങ്ങളെന്ന് നമ്മൾ എല്ലാ നിരീക്ഷകന്മാരും എല്ലാ ഭാഗത്തു നിന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വരട്ടെ. ഇനിയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് സ്ഥാനാർത്ഥികൾ വരുന്ന മുറയ്ക്ക് നമുക്ക് പറയാം. നന്ദി, നമസ്കാരം.